തുടർച്ചയായിട്ടുള്ള മൂന്നാം തിങ്കളാഴ്ചയും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് നിവിൻ പോളി ചിത്രം സർവ്വഭയ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാതെ സർവ്വമായ എന്ന് പറയുന്ന സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടും കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അഗരിസത്തിന് അണിയിച്ചിരിക്കുക ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സർവ്വമായ എന്ന് പറയുന്ന സിനിമ. മൂന്നാം ആഴ്ചയിലോട്ട് കയറുന്ന ചിത്രത്തിന് യാതൊരുവിധ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇടിവ് ഇപ്പോഴും സംഭവിച്ചില്ല. വളരെ മികച്ചൊരു കളക്ഷൻ നേടി ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസമായിട്ടുള്ള ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 3 കോടിക്ക് മുകളിൽ കളക്ഷൻസ്. കേരള ബോക്സ് ഓഫീസിന് ഇപ്പോഴത്തെ ചിത്രം 18 ദിവസം കൊണ്ട് 65,85,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു തുക തന്നെയാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമ ഒരു ഹൊറർ കോമഡി തീം വെച്ച് സ്വന്തമാക്കിയിരിക്കുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ കേരള കളക്ഷൻ ഇതോടെ നിവിൻ പോളി മറികടക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ 18 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 130 കോടി പിന്നിട്ടിട്ടുണ്ട്. ചിത്രം അതിവേഗം 150 കോടി പിന്നിട്ടെന്നാണ് ചിത്രത്തിൻ്റെ അണിയറപ്പുറത്തിലും പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ ഇനിയും വരും ദിവസങ്ങളിൽ സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെ സർവ്വമായ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.